പത്തനംതിട്ട കൂട്ടപീഡന കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 39ആയി. ജില്ലയിൽ കൂടുതൽ അറസ്റ്റുകൾ ഇന്നുണ്ടാകും. അതേസമയം സംസ്ഥാന പോലീസ് മേധാവി ദേശീയ വനിതാ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് നാളെയാണ്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, പത്തനംതിട്ട കൂട്ടപീഡന കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. 39 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നതെന്ന് മാത്രമല്ല, കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. കൂടുതൽ ആളുകളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരുടെ ചോദ്യം ചെയ്യലുകൾ തുടർന്നു വരികയാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. നിലവിൽ 39 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 29 FIR-കളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് 4 സ്റ്റേഷനുകളിലായിട്ടാണ്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ, ഇലവന്തിട്ട, പന്തളം, മലയാലപ്പുഴ 4 സ്റ്റേഷനുകളിൽ ഇപ്പോൾ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 4 സ്റ്റേഷനുകളിലുമായി 29 FIR-കളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. വരും മണിക്കൂറുകളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലുകൾ വിവിധ സ്റ്റേഷനുകളിൽ പുരോഗമിക്കുന്നുണ്ട്. നിലവിൽ ഈ 4 സ്റ്റേഷനുകൾക്ക് അപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള മറ്റ് സ്റ്റേഷനുകളിലും കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് എന്നുമാണ് അറിയുന്നത്. ഈ പ്രതികളിൽ പലരും ഇപ്പോൾ വിദേശത്ത് ഉള്ളതും സംസ്ഥാനം വിട്ടുപോയിരിക്കുന്ന ആളുകളുമൊക്കെയുണ്ട്. ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നുണ്ട്. 5 വർഷം 2019 മുതൽ 2024 വരെ നടന്ന സംഭവങ്ങളാണ്. ഈ 5 വർഷത്തിനിടയിൽ പലരുടെയും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്കും മറ്റുമായിട്ട് പലരും വിദേശത്തേക്കൊക്കെ കടന്നിരിക്കുന്ന ഘട്ടത്തിലേക്കായി പോയിട്ടുണ്ട് എന്ന് പോലീസ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട്. 62 പേരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 62 പ്രതികളെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് പോലീസ് പെൺകുട്ടി നൽകിയിരിക്കുന്നത്. ഇതിൽ 40-ലധികം ആളുകളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് പോലീസിന് ഇതിനോടകം തന്നെ ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ 42 ആളുകളുടെ കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചപ്പോൾ അതിൽ 39 പേരുടെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തി. കൂടുതൽ ആളുകളുടെ ചോദ്യം ചെയ്യലും കസ്റ്റഡിയും വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. കൂടുതൽ ആളുകൾ പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ സ്റ്റേഷനുകളിലായിട്ട് കസ്റ്റഡിയിൽ നിലവിൽ ഉണ്ട് എന്നുള്ള വിവരവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ആളുകൾ 60-60-നടുത്ത് ആളുകളെ കണ്ടെത്തി അവരുടെ FIR രജിസ്റ്റർ ചെയ്ത് കേസുകൾ മുന്നോട്ട് പോകുന്നതിനുള്ള നടപടികൾ പോലീസ് പുരോഗമിക്കുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെ സംസ്ഥാന സർക്കാർ നിയമിച്ചിരിക്കുന്നു. കാരണം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധ ഉള്ള ഇപ്പോൾ നിലവിൽ അപൂർവമായിട്ട് മാത്രം രാജ്യത്ത് സംഭവിക്കുന്ന ഒരു കേസുകളിൽ ഒന്നായിട്ട് മാറുകയാണ് ഈ പത്തനംതിട്ടയിലെ പീഡന കേസ്. നിലവിൽ മുൻപുള്ള പീഡന പരാതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അതിൽ കൂടുതൽ പ്രതികൾ പ്രതി ചേർക്കപ്പെടുന്ന അപൂർവമായിട്ടുള്ള ഒരു കേസായി മാറുന്നത് കൊണ്ട് തന്നെ ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ എന്നിവരുടെ എല്ലാം ശ്രദ്ധേയമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഈ കേസിലുണ്ട്. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ പ്രതികളെ കണ്ടെത്തേണ്ടത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഒരു വസ്തുതയായി നിലനിൽക്കുന്നുമുണ്ട്. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.